29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കുകയാണ്. സമാപന ദിനമായി ഇന്ന് 5 തിയേറ്ററുകളിലായി 11 ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. വൈകുന്നേരം 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധിയിലാണ് സമാപന ചടങ്ങ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക കഴിഞ്ഞ ഒരാഴ്ചയായി IFFKക്ക് ഒപ്പമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമാ അനുഭവങ്ങൾ? നിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ IFFK എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രാവശ്യം കടന്നു വന്നിരിക്കുന്നത്. വിചിത്രമായ ഒരു ലോകം എന്ന് വേണം എടുത്തു പറയാൻ. ഒരുപാട് സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ സിനിമ എന്ന ആശയവുമായി സഞ്ചരിക്കുന്ന ഒട്ടനവധി പേരെയാണ് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലൂടെ കാണാൻ കഴിയുന്ന. നീണ്ട ഒരു 8 ദിവസത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് സമാപന ദിവസമാണ്. IFFK ചടങ്ങിന്റെ സമാപന ദിവസമാണ്. ഡിസംബർ 13 ആരംഭിച്ച് ഇന്ന് ഡിസംബർ 20. ഇന്ന് IFFKയുടെ ഒരു സമാപന ദിവസമാണ്. ഇന്ന് 5 തിയേറ്ററുകളിലായിട്ട് 11 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. നോക്കുകയാണെങ്കിൽ 13-14 വിഭാഗങ്ങളിലായിട്ടാണ് ഈ 7 ദിവസങ്ങളിലും 67 ചിത്രങ്ങൾ വെച്ച് ദിവസവും 67 ചിത്രങ്ങളിൽ വെച്ച് 13-14 വിഭാഗങ്ങളിലായിട്ട് 13 തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 5 തിയേറ്ററുകളിലായിട്ട് 11 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. എടുത്തു നോക്കുകയാണെങ്കിൽ 7 ദിനരാത്രികൾ തുടർന്ന് നോക്കുകയാണെങ്കിൽ രാത്രിയും പകലും ഈ 2 രാത്രിയും പകലുമായിട്ട് പല തിയേറ്ററുകളിലായിട്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയായിരുന്നു. രാവിലെ കൃത്യം പറയുകയാണെങ്കിൽ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണിയോട് തന്നെ ചിത്രങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഈ 7 ദിവസങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. ഈ സമാപന ചടങ്ങിൽ ഈ 7 ദിവസങ്ങൾ നമ്മൾ എങ്ങനെയാണ് IFFKയിലൂടെ സഞ്ചരിച്ചതെന്ന കാര്യങ്ങളെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് സംവിധായക പായൽ കബാഡിക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകുന്നുണ്ട്. ഇത്തരം നിരവധി പുരസ്കാരങ്ങളാണ് സമാപന ചടങ്ങിലൂടെ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. മികച്ച സംവിധായകൻ ആര്, അല്ലെങ്കിൽ മികച്ച സിനിമ ഏത്, മികച്ച നടൻ നടി, ഇങ്ങനെയുള്ളൊരു ഓരോരോ തരംതിരിക്കലിലാണ് ഇന്ന് പുരസ്കാരങ്ങൾ ലഭ്യമാകുന്നത്. ജൂറി പരാമർശങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്ന് വേണം പറയാം. അതോടൊപ്പം തന്നെ സുവർണ ചാകോരം, രജത ചാകോരം, KR മോഹനൻ എൻവോൺമെന്റ്, നെറ്റ്പാക്ക് എന്നീ പുരസ്കാരങ്ങളും ചടങ്ങിൽ സമർപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ചടങ്ങിൽ നടക്കുന്നതാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ തന്നെ 14 ചിത്രങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചിരുന്നു. 14 ചിത്രങ്ങളായിട്ടുള്ള അപ്പുറം, അതോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട്, ഓറഞ്ച്, ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ, ഇങ്ങനെ 14 ചിത്രങ്ങളാണ് പോളിംഗിലൂടെ കാണാൻ കഴിഞ്ഞത്. മികച്ച ചിത്രം ആര്, അല്ലെങ്കിൽ മികച്ച സംവിധായകൻ ചിത്രീകരിച്ച ചിത്രം ഏത് എന്നുള്ള, അല്ലെങ്കിൽ മികച്ച സംവിധായകൻ ആര് എന്നുള്ളൊരു കാര്യം ഇന്ന് വൈകിട്ട് 6 മണിയോടെ തന്നെ അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് മാധ്യമ പുരസ്കാരത്തിന് ഉള്ള അവാർഡുകൾ സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ പുരസ്കാരം നൽകുന്നത്. മികച്ച മാധ്യമ പ്രവർത്തകയാര് IFFKയിലെ, മികച്ച മാധ്യമമേത, അതോടൊപ്പം തന്നെ മികച്ച ക്യാമറമാൻ ആര്, എന്നിങ്ങനെ രീതിയിലുള്ള പുരസ്കാരങ്ങളും ഇത്തവണ IFFKയിൽ, അല്ലെങ്കിൽ ഈ സമാപന ചടങ്ങിൽ IFFKയിലൂടെ കാണാൻ കഴിയുന്നതാണ്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി P ശിവൻകുട്ടി, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ സയ്യർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. നിലവിൽ ഈ നോക്കുകയാണെങ്കിൽ 8 ദിവസം വളരെ ഗംഭീരമായ രീതിയിലാണ് നിബീഷ് IFFKയിലൂടെ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. രേണുക, മാധ്യമ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. രേണുകയ്ക്ക് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായും കേരള വിഷൻ പ്രേക്ഷകരിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ 7 ദിവസം എന്നെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ IFFKയിൽ നിന്നും വാർത്തകൾ എത്തിച്ചത് കേരള വിഷൻ എന്ന് തന്നെ എനിക്ക് ഉറച്ച് പറയാൻ കഴിയും. നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ 5 ദിവസത്തിലൂടെ കേരള വിഷനിലൂടെ 50 സ്റ്റോറികൾ, അല്ലെങ്കിൽ 50 കാര്യങ്ങളാണ് നമ്മൾ കേരള വിഷനിലൂടെ, സ്പെഷ്യൽ സ്റ്റോറീസും അല്ലാതെ നോക്കുകയാണെങ്കിൽ 50 കാര്യങ്ങളാണ് നമ്മൾ കേരള വിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഓരോ ദിവസം ഓരോരു വ്യത്യസ്ത തരം സ്റ്റോറികൾ, അല്ലെങ്കിൽ ഓരോ സിനിമയെ പറ്റിയുള്ള വൈവിധ്യമായ ആശയങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായും നമുക്കും ഒരു മാധ്യമ പുരസ്കാരം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നിബീഷ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം.